ജീവിതം തന്നെ സമരമായ സഖാവ്, കേരള കമ്മ്യൂണിസത്തിന്റെ നെടുന്തൂണും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ പോരാളിയുമായ ഒരാൾ. അദ്ദേഹത്തെ രാഷ്ട്രീയ കേരളം ഒരേപോലെ വിളിച്ചു കണ്ണേ കരളെ VS. അതെ, VS അച്യുതാനന്ദൻ 1923 ഒക്ടോബർ 20 ശങ്കരന്റെയും അക്കമ്മയുടെയും 4 മക്കളിൽ രണ്ടാമത്തെ മകനായി ജനിച്ചു. തറവാട്ട് പേര് വെങ്കലത്തറ എന്നായിരുന്നു. എന്നാൽ പിന്നീട് താമസിച്ച വീടിന്റെ പേരായ വേലിക്കകത്തു എന്ന് ചേർത്താണ് അദ്ദേഹത്തെ അറിയപ്പെട്ടത്. ആലപ്പുഴയിലെ ഒരു സാധാരണ തയ്യൽ തൊഴിലാളിയിൽ നിന്ന് ഇന്ത്യ കണ്ട എക്കാലത്തെയും ജനകീയ നേതാവായി മാറിയ VSന്റെ ജീവിതം കേരളത്തിന്റെ കൂടി ചരിത്രമായിരുന്നു. ചൂഷണത്തിന് വിധേയമായത് എന്തോ അതിനൊപ്പം നിലകൊള്ളാനും ചൂഷകരെ പ്രതിരോധിക്കാനുമായിരുന്നു VSന്റെ പോരാട്ടങ്ങൾ അത്രയും. രാജാവാഴ്ചയും ദിവാൻ ഭരണത്തിനുമെതിരായി പുന്നപ്രയിലെയും വയലാറിലെയും തൊഴിലാളി സമരങ്ങളും അതിനെ നേരിട്ട പട്ടാള വെടിവെപ്പും നടന്നപ്പോൾ പാർട്ടി ചരിത്രത്തിന്റെ ഭാഗമായി. അതിനിർണായകമായ ഈ സമരത്തിൽ പ്രധാനികളിൽ ഒരാളായിരുന്നു VS. പുന്നപ്ര വെടിവെപ്പും തുടർന്നുണ്ടായ പ്രശ്നങ്ങൾക്കും ശേഷം പൂഞ്ഞാറിൽ നിന്ന് VS അറസ്റ്റിലായി. പാർട്ടി നേതാക്കളെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാത്ത VSനെ പോലീസ് അതിക്രൂരമായി ഉപദ്രവിച്ചു. തോക്കിന്റെ ബയണേറ്റുകൾ ആഞ്ഞു കുത്തി കയറിയപ്പോഴും അയാൾ തന്റെ ചെങ്കൊടി വീര്യം മുറുകെ പിടിച്ചു. ആലപ്പുഴയിലെ കർഷക സമരങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ VS ആയിരുന്നു മുന്നിൽ. ജനകീയനായ സഖാവിന്റെ പ്രസംഗ രീതി കുട്ടികൾ പോലും ഏറ്റെടുത്തു. നീട്ടിയും കുറുക്കിയുമുള്ള ശൈലി ഏവരെയും അദ്ദേഹത്തിലേക്ക് ആകർഷിപ്പിച്ചു. ഹാസ്യത്തിലൂടെ പറയേണ്ടതെല്ലാം ചിരിച്ചും ചിന്തിപ്പിച്ചും തന്റെ നിലപാട് വ്യക്തമാക്കി VS. വിപ്ലവ നായകന്റെ രാഷ്ട്രീയ ജീവിതം പാർട്ടിക്കുള്ളിൽ പോലും പലപ്പോഴും വിയോജിപ്പുകൾ ഉണ്ടാക്കി. TP ചന്ദ്രശേഖര വധക്കേസിൽ അദ്ദേഹം എടുത്ത നിലപാട് അദ്ദേഹത്തെ പാർട്ടിക്കുള്ളിൽ തന്നെ ഒറ്റപ്പെടുത്താൻ കാരണമായി തീർന്നു. ജനാധിപത്യ മുന്നണി ഭൂരിപക്ഷം നേടിയപ്പോൾ VSനെ മുഖ്യമന്ത്രിയാക്കേണ്ടെന്നായി പാർട്ടി. ജനകീയ പ്രതിഷേധങ്ങൾക്ക് മുന്നിൽ പാർട്ടി നിലപാട് മാറ്റി. പിന്നീട് 2011 VS മത്സരിക്കേണ്ടെന്ന് ആദ്യം പാർട്ടി തീരുമാനിച്ചു. പക്ഷേ ഈ തവണയും പാർട്ടിക്ക് നിലപാട് മാറ്റേണ്ടി വന്നു. പാർട്ടിയിലെ വിയോജിപ്പുകളും ഒറ്റപ്പെടുത്തലുകളും ഒന്നും കൊണ്ട് VS എന്ന വിപ്ലവ സൂര്യന്റെ ജനപിന്തുണ നഷ്ടമായില്ല. അഴിമതിക്കാരെയും ക്രിമിനലുകളെയും മുഖം നോക്കാതെ നേരിടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. 2006 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM ഉൾപ്പെടുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വൻ ഭൂരിപക്ഷം നേടിയതോടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഏറ്റവും സജീവമായി അച്യുതാനന്ദന്റെ പേര് ഉയർന്നു വന്നു. 2006 മെയ് 13 ഡൽഹിയിൽ ചേർന്ന പോളിറ്റ് ബ്യൂറോ യോഗം കേരളത്തിലെ മുഖ്യമന്ത്രിയെ തത്വത്തിൽ തിരഞ്ഞെടുത്തെങ്കിലും പ്രഖ്യാപനം പിന്നീടേക്ക് മാറ്റി. അതേസമയം കേരളത്തിനൊപ്പം തിരഞ്ഞെടുപ്പ് നടത്തിയ പശ്ചിമ ബംഗാളിലെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുകയും ചെയ്തു. കേരളത്തിന്റെ കാര്യത്തിൽ പോളിറ്റ് ബ്യൂറോ തീരുമാനം CPM സംസ്ഥാന സമിതിയെ അറിയിച്ച ശേഷം പ്രഖ്യാപിക്കുവാൻ മാറ്റിവെക്കുകയായിരുന്നു. മെയ് 15 ചേർന്ന സംസ്ഥാന സമിതിക്ക് ശേഷം VS അച്യുതാനന്ദനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഔദ്യോഗിക പത്രക്കുറിപ്പ് പാർട്ടി നേതൃത്വം പുറത്തിറക്കി. മുഖ്യമന്ത്രിയായ VS അഴിമതിക്കാരെയും കയ്യേറ്റക്കാരെയും ക്രിമിനലുകളെയും അമർച്ച ചെയ്തു. ഉദ്യോഗസ്ഥ ദുർഭരണം, കൈക്കൂലി എല്ലാം അവസാനിപ്പിച്ചു. VS അച്യുതാനന്ദൻ എന്ന സമരനായകന്റെ വിപ്ലവ വീര്യങ്ങൾ ഇടവേളകളില്ലാതെ തുടർന്നുകൊണ്ടേയിരിക്കും.